ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. ചിക്കൻ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കിയാലോ? പുറത്ത് ഇതിന് നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനിയിപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത്, ഞാനിപ്പോൾ 300 ഗ്രാം കഴുകി ക്ലീൻ ചെയ്ത് വെച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കനാട്ടോ എടുത്തത്. അതിലേക്കിപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും. പിന്നെ ഇത് ഓപ്ഷനലാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഗാർലിക് പൗഡറും ഓനിയൻ പൗഡറും ജിഞ്ചർ പൗഡറും കേട്ടോ. ഇതില്ലെങ്കിൽ എന്താ പറയുക, ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇല്ലേ, അത് ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുക. സോയാ സോസ് കൂടി പോവരുത്, അപ്പം ഒരുമാതിരി കയ്പ്പ് ടേസ്റ്റ് ആയി പോകും കേട്ടോ. എന്നിട്ട് ഇതൊക്കെ കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് സമയം എന്താ പറയുക, നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനും പറ്റും. ഇനിയിപ്പോൾ വേണ്ടത്, ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്കെല്ലാം സൺഫ്ലവർ ഓയിൽ തന്നെ ആട്ടോ എടുക്കുന്നത് നല്ലത്. വെളിച്ചെണ്ണ ഒന്നും ഇങ്ങനത്തെ റെസിപ്പിയിലേക്കൊന്നും വെളിച്ചെണ്ണ എടുത്താൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താലും മതി. എന്താ പറയുക, ചെറിയ പീസല്ല, അതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേ, അതൊന്ന് എടുത്ത് വെക്കുക. ഞാനിപ്പോൾ ഫ്രോസൺ ഫ്രൈസ് ആട്ടോ എടുത്തത്. ഇത് വീട്ടിലുണ്ടാക്കാനും പറ്റും. ഇത് ഏകദേശം എന്താ പറയുക, കുറച്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രയാണോ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നതനുസരിച്ച് ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ്റെയും ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര എന്താ പറയുക, ഇഷ്ടപ്പെടും കേട്ടോ. ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുമ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയാൽ കഴിക്കുന്ന ഐറ്റംസും ഒക്കെ അല്ലേ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു വൈറ്റ് സോസ് ഉണ്ട്, അത് റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഉപ്പുള്ള ബട്ടർ ആട്ടോ ഇട്ടത്. ബട്ടർ നല്ലോണം മെൽറ്റായി വന്ന ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയില്ലേ, അത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ മൈദൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബട്ടറിൻ്റെ നല്ല സ്മെല്ല് വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് പാലാട്ടോ എടുത്തത്. ആദ്യം കട്ട കെട്ടിക്കിടക്കുമെങ്കിലും പിന്നെ അത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കട്ട എല്ലാം ഉടഞ്ഞ് വന്നോളൂ കേട്ടോ. പെട്ടെന്ന് തിക്കായി വരികയും ചെയ്യും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് തന്നെ ഈ ക്രീം ഏകദേശം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് വേണ്ടത്, ഞാനിപ്പോൾ മൊസറല്ല ചീസാട്ടോ എടുത്തത്. നിങ്ങൾക്ക് ചടാർ ചീസ്, എന്താ പറയുക, സ്ലൈസഡ് ചീസില്ലേ, ഏതൊക്കെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഏകദേശം ഒരു അര കപ്പ് ഉണ്ടാവും. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ചീസിന് ഉപ്പുണ്ടാകും, അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ ഉപ്പിടേണ്ട ആവശ്യം വരില്ല. ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ സോസിന്. അപ്പോൾ ഇത് നമ്മളെ ചീസ്, എന്താ പറയുക, വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടത്. അതിന് വേണ്ടി ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു പാത്രമാട്ടോ എടുത്ത് വെച്ചത്. ഫ്രഞ്ച് ഫ്രൈസും എടുത്ത് വെച്ചിട്ടുണ്ട്. മയോണീസും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മയോണീസ് ഞാനിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിയ മയോണീസാണ് എടുത്തത്. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയതും എടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത ഉള്ളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ സോസ് ഇല്ലേ, അതും കെച്ചപ്പും വേണം കേട്ടോ. ആദ്യം നമ്മളെ വൈറ്റ് സോസ് കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേ, അതിൽ പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം.
പകുതിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ അതുമൊന്നും പകുതിയോളം ഇട്ട് കൊടുത്താൽ മതി. ഇതിങ്ങനെ എന്താ പറയുക അടുത്ത ലെയറായിട്ടും ഇങ്ങനെ ചെയ്യും കേട്ടോ ഇതന്നെ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചീസിൻ്റെ സോസില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മയോണീസും എല്ലാ ഭാഗത്തും മയോണീസും ആക്കി കൊടുക്കണം. പിന്നെ കുറച്ച് കെച്ചപ്പും കൂടി ആക്കി കൊടുക്കണം കേട്ടോ. ഇതൊക്കെ കൂടി ലാസ്റ്റ് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് എന്താ പറയുക ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഉള്ളി കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് എന്താ പറയുക പിക്കിൾഡ് ആയിട്ടുള്ള എന്താ പറയുക മുളകില്ലേ അതുണ്ടാവും, ഹലപ്പിനോ അങ്ങനെ പലതും ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പം ഭയങ്കര സ്പൈസി ആക്കുന്നില്ല, അതുകൊണ്ടാണ് മുളകൊന്നും ഇടാത്തത്. അപ്പോൾ ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെ ചിക്കൻ ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ആയിട്ട് ഉണ്ടാക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് പറയും. താങ്ക് യു.